ഓണമുണ്ണാൻ വീട്ടിലെ പച്ചക്കറികൾ കഞ്ഞിക്കുഴി ചാലുങ്കൽ എ ഗ്രേഡ് ക്ലസ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ തൈകൾ വിതരണം ചെയ്തു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് 17-15 വാർഡുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചാലുങ്കൽ എ ഗ്രേഡ് ക്ലസ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ വീട്ടുവളപ്പിൽ ഓണക്കാല കൃഷി ആരംഭിക്കുന്നതിന് സൗജന്യമായി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ റോസ്മി ജോർജ്, കർമ്മസേന കൺവീനർ ജി ഉദയപ്പൻ, ആസൂത്രണ സമിതി അംഗം ആർ രവിപാലൻ, ക്ലസ്റ്റർ ഭാരവാഹി സദാനന്ദൻ കളരിക്കൽ എന്നിവർ സംസാരിച്ചു. 5 ഇനം പച്ചക്കറി തൈകളാണ് അംഗങ്ങൾക്ക് വിതരണം ചെയ്തത്. ഓണക്കാലത്ത് വിഷരഹിത പച്ചക്കറികളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് തൈകൾ വിതരണം ചെയ്തത്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ, കൃഷിഭവന്റെ നേതൃത്വത്തിലൊക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് ഓണക്കാലത്തിന് ആവശ്യമുള്ള പൂക്കൃഷിയും പച്ചക്കറി തൈയും ഒക്കെ വിതരണം നടക്കുന്നുണ്ട്. കുടുംബശ്രീ കഴിഞ്ഞ വർഷങ്ങളിൽ വ്യത്യസ്തമായിട്ട് ഈ വർഷം ചെറിയൊരു പൈസയ്ക്കാണ് തൈ കൊടുത്തത്. ഒരു തൈക്ക് 2 രൂപ, 3 രൂപ ആ ക്രമത്തിൽ സിജിയൊക്കെ വാങ്ങിച്ചാണോ തോന്നുന്നു അല്ലേ. അങ്ങനെ ഒരു ചെറിയ വിലയ്ക്കാണ് ഈ ബന്ദിയും ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഒരു ചെറിയ വിലയ്ക്ക് വാങ്ങുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടല്ലേ. ഒരു പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ നമുക്ക് അതിനോടൊരു പൈസ കൊടുത്തതല്ലേ നമ്മൾ ശ്രദ്ധിക്കണം. വെറുതെ കിട്ടുമ്പോൾ നമ്മൾ അത്രയും കാര്യമായിട്ട് നോക്കുക, അത്ര നോക്കത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഒരു അനുഭവം വെച്ച് പറയുകയാണ്. നമ്മൾ എല്ലാ വർഷവും ഒരു വേനൽക്കാലത്ത് പച്ചക്കറി തൈ കൊടുക്കാറുണ്ട്. ഒരുപാട് തൈ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് 5 ലക്ഷം പച്ചക്കറി തൈ ഉൽപ്പാദിപ്പിച്ച് എല്ലാ വാർഡിലും വീടുകൾക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ കുറേ ആൾക്കാരൊക്കെ അതൊട്ടും ശ്രദ്ധിക്കാതെ കളയുന്നുകൊണ്ട് വീടിൻ്റെ എറമ്പത്ത് കൊണ്ടുവച്ചിട്ട് നടാതെ വെറുതെ നശിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് ചില ആൾക്കാർ നമ്മളൊന്നും കൊടുത്തില്ലെങ്കിൽ പോലും കൃത്യമായിട്ട് കൃഷി ചെയ്യുന്നവരും ഉണ്ട്. എന്നാൽ ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ കഞ്ഞിക്കുഴിയിൽ എല്ലാ വീട്ടിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് പച്ചക്കറിയോ വാഴയോ ഇല്ലാത്ത ഒരു വീടും നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. അത് കുറച്ച് ദീർഘനാളത്തെ ഒരു പാരമ്പര്യമാണ് അല്ലേ. പി സ്വാതന്ത്ര്യം തുടങ്ങി വെച്ച ആ കൃഷി, അതിനു മുമ്പൊന്നും നമ്മുടെ നാട്ടിൽ പച്ചക്കറി കൃഷിയല്ല ഉണ്ടായിരുന്നത്. കിഴങ്ങ് വർഗ്ഗം അല്ലെ, കാച്ചിൽ, ചേമ്പ്, ചേന അതൊക്കെ ആയിരുന്നു കൃഷി ചെയ്യുന്നതെങ്കിൽ അന്ന് തൊട്ട് നമ്മൾ ജനകീയാസനം വരുന്നതിന് മുന്നേ തൊട്ട് പച്ചക്കറി കൃഷിയിലേക്ക് നമ്മളൊന്ന് ഇറങ്ങി. പക്ഷെ തിരിച്ചു പോയിട്ടില്ല. ഇന്നും അത് വളരെ കാര്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഒരുപാട് വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ഒരുപാട് ചെറുപ്പക്കാരായ കർഷകരുണ്ട്. സുനിലൊക്കെ ദീർഘകാലം ജനപ്രതിയായിരുന്നതിന് ശേഷം നിർത്തിക്കഴിഞ്ഞപ്പോൾ എടുത്തൊരു ജോലി എന്ന് പറയുന്നത് കൃഷി തന്നെയാണ്. ഏറ്റവും നന്നായിട്ട് പോകുന്നുണ്ട്. സ്വന്തം ഭൂമിയിലല്ല, പാട്ടത്തിനെടുത്ത സ്ഥലത്ത് പൂക്കൃഷി ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച്. ഓണക്കാലാണെങ്കിൽ പൂക്കൃഷിക്ക് പ്രാധാന്യം കൊടുക്കും. അങ്ങനെ ഓരോ സമയത്ത് എന്തിനാണോ പ്രാധാന്യം. ഇപ്പോൾ വേനൽക്കാലത്ത് തണ്ണിമത്തനൊക്കെ ഒരുപാട് ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ കർഷകർ നല്ല നിലയിൽ തന്നെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. മന്ത്രിയൊക്കെ പറയുമ്പോൾ അതിൻ്റെ കണക്ക് പറയാറുണ്ട്. ഓരോരുത്തരും തണ്ണിമത്തനൊക്കെ ഉൽപ്പാദിപ്പിച്ച കണക്ക് പറയാറുണ്ട്. അത് നല്ല ലക്ഷങ്ങൾ തണ്ണിമത്തൻ ഉൽപ്പാദിപ്പിച്ച് പൈസ ഉണ്ടാക്കിയ ഒരുപാട് യുവ കർഷകർ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. നമുക്കേറെ അഭിമാനം തന്നെയാണ്. കഞ്ഞിക്കുഴി അറിയപ്പെടുന്നതും കൃഷിയുടെ രംഗത്താണ്.